പഴയകാല ഓണോർമ്മകളുമായി മുത്തശ്ശിമാർ. പുതുതലമുറക്ക് വേറിട്ട അനുഭവവുമായി ഒരു മുത്തശ്ശി കഥ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പഴയകാല ഓണത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകളും അനുഭവങ്ങളും പുതുതലമുറയിലെ കുട്ടികൾക്ക് പകർന്നു നൽകി മുത്തശ്ശിമാർ. പൊന്നാനി നഗരസഭ CDS 1 നേതൃത്വത്തിൽ ബാലസഭ കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഒരു മുത്തശ്ശി കഥ വേറിട്ട അനുഭവമായി. പൊന്നാനി നിളയോര ഡെസ്റ്റിനേഷൻ സെന്ററിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന കുറേ അറിവുകൾ കുട്ടികൾക്ക് ഉണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അണുകുടുംബത്തിലാണ് അധികം കുട്ടികളും ജീവിച്ചു വരുന്നത് അല്ലേ. അവർക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാനാണ് കൂടുതൽ അറിയാൻ സാധിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ഇപ്പോൾ മുത്തശ്ശിമാരൊക്കെ ഉള്ളിടത്ത് അവരുടെ പഴയ കാലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പഴയ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ അവർക്ക് അത്ഭുതം ഉണ്ടാവും. അപ്പോൾ ഞാനൊക്കെ ചെറിയൊരു കുട്ടിയാകുമ്പോഴത്തെ ആ സാഹചര്യം ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഞങ്ങൾ 2 തലമുറകളിൽ ജീവിക്കുന്ന ആ ഒരു കാര്യങ്ങൾ നമുക്ക് 2 വ്യത്യസ്ത രീതികളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ബാലസഭ കുട്ടികളും അതുപോലെ ഇപ്പോൾ എൻ്റെ ഏജിലാണെങ്കിലും എൻ്റെ മുന്നുള്ളവരാണെങ്കിലും അതും രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. ഇല്ലേ, പണ്ട് ഇങ്ങനെയായിരുന്നു. ഒന്നാമതൊരു കൂട്ടുകുടുംബം തന്നെ, പിന്നെ നമ്മളുടെ ഭക്ഷണ രീതികളായാലും നമ്മളുടെ സൗകര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും അല്ലേ എത്ര വ്യത്യാസമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഒരു കണക്കിൽ നല്ല സുഖമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് സുഖമാണെന്ന് തോന്നാൻ പറ്റുന്നുണ്ടാവില്ല. എന്താ വെച്ചെങ്കിൽ നിങ്ങൾ നിങ്ങൾ ജനിച്ചപ്പോൾ കാണുന്ന സൗകര്യങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഞങ്ങളൊക്കെ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ ഒരു സ്കൂളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ എത്രയോ ദൂരം നടന്നിട്ട് വേണം. ബസ് കയറുകയാണെങ്കിൽ കുറേ ദൂരങ്ങൾ നടന്നിട്ട് വേണം ഞങ്ങൾക്ക് ബസ് കയറാൻ. അതുപോലെ ഭക്ഷണ രീതികളായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫാസ്റ്റ് അതിൽ ദോഷവശങ്ങളുണ്ട്. ഫാസ്റ്റ് ഫുഡ് ഇപ്പോൾ ജങ്ക് ഫുഡൊക്കെയാണ് നിങ്ങൾ ഈ വഴിയോരങ്ങളിൽ. അന്നൊന്നും ഇങ്ങനെ വഴിയോരങ്ങളിൽ ഭക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭക്ഷണം എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. പണ്ടുള്ളവർക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പച്ചക്കറികൾ തന്നെ ഈ തക്കാളി കാര്യങ്ങളൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ട് കുറേ മുന്നേ അങ്ങനെ തക്കാളിയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, പച്ചക്കറിയൊന്നും. അതുപോലെ വെളുത്തുള്ളി അതൊക്കെ പിന്നീടാണ് വന്നത്. അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഒരു പണ്ടത്തെയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തലമുറ മുത്തച്ഛികളുടെ അടുത്ത് അറിയണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു സംഗമം നടത്തിയതിന് CDSനെ അഭിനന്ദിക്കുകയാണ്. CDS ചെയർപേഴ്സൺ M ധന്യ അധ്യക്ഷത വഹിച്ചു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നത്തെ കുട്ടികൾക്ക് എന്നും ഓണാണ്. ഇതൊന്നും അല്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പുറകെ കൃഷി ചെയ്തിട്ട് നമുക്കുള്ള അന്നം ഉൾപ്പെടെയുള്ള ഇത് നമ്മുടെ മുന്നിൽ എത്തുന്നതിന് പുറകിൽ കഷ്ടപ്പെട്ട കുറേ അമ്മമാരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ അമ്മമാരോട് കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അതിനൊക്കെ ഉള്ള ഒരു വേദി കൂടെ ആയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി CDS സംഘടിപ്പിക്കണം എന്ന് ആലോചിക്കുകയും നമ്മളത് ചർച്ച ചെയ്യുകയും അതിന് എല്ലാ സപ്പോർട്ടും തന്നിട്ട് CDSന്റെ മെമ്പർമാർ കൂടെ നിന്നു. അവരവരുടെ വാർഡിലുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള കുറേ അമ്മമാരെയും കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് നേരത്തെ തന്നെ എല്ലാവരും എത്തി. CDS വൈസ് ചെയർപേഴ്സൺ പ്രീജ സ്വാഗതം പറഞ്ഞു. പഴയകാല ഓണാഘോഷങ്ങളുടെ ഓർമ്മകളും നാട്ടിൻപുറത്തെ ജീവിതാനുഭവങ്ങളും മുത്തശ്ശിമാർ കുട്ടികളുമായി പങ്കുവച്ചു. ഓണക്കാലത്തെ പഴയ ആചാരങ്ങളും ആഘോഷ രീതികളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം മുത്തശ്ശിമാരുടെ കഥകളും ഓർമ്മകളും കുട്ടികൾ കൗതുകത്തോടെ കേട്ടു. പൂക്കളമിടൽ, ഓണപ്പാട്ടുകൾ, കഥപറച്ചിൽ തുടങ്ങിയവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. മുത്തശ്ശിമാരും കുട്ടികളും ഒരുമിച്ച് ഓണാഘോഷത്തിന്റെ ഭാഗമായത് തലമുറകളുടെ സ്നേഹവും അനുഭവവും പങ്കുവെക്കുന്ന മനോഹര കാഴ്ചയായി. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ റീന പ്രകാശൻ, പൊന്നാനി നഗരസഭാ പരിധിയിലെ മുത്തശ്ശിമാർ, ബാലസഭാംഗങ്ങളായ കുട്ടികൾ, CDS അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു.